ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, ജാതിയാണ്, മതമാണ്, വർഗമാണ് എന്ന് നോക്കാതെ തന്നെ സുഹൃത്തുക്കളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നമ്മളൊരു ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യജീവി തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒരു ജീവികൾക്കും ഇത്തരം വേർതിരിവുകളൊന്നുമില്ല. അവരുടെ സമുദായങ്ങളിൽ ആൺജാതിയുണ്ട്, പെൺജാതിയുണ്ട്. ഒപ്പം തന്നെ അവർക്ക് സാമുദായികമായ വ്യത്യാസങ്ങളുണ്ട്. മുയൽ വേറെ, മാന് വേറെ, സിംഹം വേറെ, അങ്ങനെയൊക്കെ ഉള്ളൂ. അവരാണെങ്കിൽ വിശന്നാൽ മാത്രമേ പരസ്പരം ആക്രമിക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്നു എന്നൊരു ചിന്ത വരുമ്പോഴാണ് അവർ തിരിച്ചടിക്കുകയുള്ളൂ. നമ്മുടെ ഇടയിലാണ് ഈ അനാവശ്യമായ ചർച്ചകളും വാദങ്ങളും ഒക്കെ ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിവുള്ളത് അത്യാവശ്യം കുട്ടികളിൽ ചെന്ന് എന്തെങ്കിലും സാഹിത്യപരമായ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് അവരെ ഇപ്പോൾ ഹാപ്പി പാരൻറ്റിങ്ങിനെ കുറിച്ച് അതല്ലെങ്കിൽ മോട്ടിവേഷൻ ഇങ്ങനത്തെയൊക്കെ എനിക്ക് പറ്റും. അത് ഏത് മേഖലയിൽ ആര് വിളിക്കുമ്പോഴും ചെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ അറിവാണല്ലോ. അത് ആ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമായി, എൻ്റെ കർത്തവ്യമായി ഞാൻ കരുതുകയാണ്. അത് കർത്തവ്യമാണ് ദൈവം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള പഠനത്തിൽ നിന്ന് പഠിച്ചതും. അപ്പോൾ നാം നമ്മുടെ കർത്തവ്യം ചെയ്യുക. അത് വിളിച്ചത് ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണ്, ഏത് പാർട്ടിക്കാരനാണ്, ഏത് വർഗ്ഗക്കാരനാണ് എന്നല്ല. ഞാൻ പോകുമ്പോൾ ഒരു പാർട്ടിയെക്കുറിച്ചും ഒരു ജാതിയെക്കുറിച്ചും ഒരു മതത്തെക്കുറിച്ചും പറയാറില്ല. പറയുന്നത് അവർക്ക് ഭാവിയിൽ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത്രമാത്രം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ എല്ലാത്തരം ചിന്തകരെയും അവരെങ്ങനാണോ അങ്ങനെ ഉൾക്കൊള്ളുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു.